ഹായ് നമസ്കാരം, വിഷ്ണു ആണേ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ സ്ഥാപനത്തിലെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയതും കൂട്ടത്തിൽ നമ്മുടെ ഐഡിയാസ് എന്നുവെച്ചാൽ നിങ്ങൾ ഉൾപ്പെടുന്ന ആളുകളുടെ ഐഡിയാസ് നമ്മൾ ഇവിടെ വിപണനം ചെയ്യാനുള്ള സ്പേസ് തരാറുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്നെ കാണാൻ ഇവിടെ ഓഫീസിലൊരു ഇവിടെ വർക്ക് ചെയ്യുന്ന അടുത്ത് ഹോസ്പിറ്റൽസ് ഉണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ വന്നതാണ്. അപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ ചിത്രകലകളും കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ സാധനങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിൽ, വാങ്ങാനും കൂടി ആയിട്ട് വന്നാണ്, വാങ്ങുന്ന കൂട്ടത്തിൽ വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ ആർട്ടുകൾ ചെയ്യുന്നുണ്ട് എന്ന കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് വാട്സപ്പിൽ ഇട്ടു സാധനങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു കുറഞ്ഞ വെച്ചോളൂ, സ്പേസ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കൊണ്ടുവന്ന കുറേ ആർട്ടുകളുണ്ട്. ഇതെൻ്റെ ഒരു സുഹൃത്ത്, ഇത് നിങ്ങൾ കോക്കനട്ട് സ്റ്റോറീസ് എന്നുള്ള ഒരു ഇതിലേക്ക് പോയാൽ അറിയാം, അവരുടെ കുറേ ചിത്രങ്ങൾ അതിലുണ്ട്. പിന്നെ നമുക്ക് അവിടെ കുറേ സാധനങ്ങൾ വേറെയും ഇതുപോലെ ഈ ഡോക്ടറുടെ തന്നെ ആർട്ടുകൾ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ കൊത്തുപണികൾ, പല പല വ്യക്തികൾ കൊത്തുപണി എന്ന് വെച്ചാൽ വലിയ ഹ്യൂജ് മണിയിലുള്ള സാധനങ്ങൾ എനിക്കത് പെട്ടെന്ന് ചിലപ്പോൾ വാങ്ങിയെടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൂടെ കൊടുന്ന് വെച്ചിട്ട് അവർക്ക് ഇനിയിപ്പോൾ ഓർഡർ കിട്ടുമ്പോൾ അവർ വന്ന് എടുത്തിട്ട് പോകാം കേട്ടോ. നിങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും ഓർഡർ കിട്ടിയാൽ ഇത് കണ്ടിട്ട് ആരെങ്കിലും ഓർഡർ വിളിച്ചാൽ നിങ്ങൾക്ക് അത് എടുത്തുകൊണ്ടായി അവർക്ക് മാർക്കറ്റ് ചെയ്യാം. അല്ലാതെ ഇവിടെ വെച്ച സാധനം ഇവിടെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ പാടൂ എന്ന ഒരു ഇത് നിബന്ധനയില്ല. അപ്പം നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ ഒരു സ്പേസ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അത് ചെറിയ ഒരു വാടക നമ്മൾ എന്താ പറയുക ഈടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ ബിസിനസ്സിലെടുക്കും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ്റൊക്കെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതുപോലെ അത്ര വലിയ ഹ്യൂജ് എന്താ പറയുക ഡിഫറൻസ് വരാത്ത രീതിയിൽ നിങ്ങൾക്കൊരു സ്പേസ് ഞാനിവിടെ അലോ ചെയ്യുകയാണ്. അത് നിങ്ങൾ പരമാവധി ആളുകൾ ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ അവരിൽ നിന്നെല്ലാം ഫീഡ്ബാക്ക് കിട്ടുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് സാധ്യതകളിലേക്ക് പോകാൻ പറ്റും. ഇനിവ എല്ലാവരും ഫോളോ ചെയ്യുക. താങ്ക് യു. നിങ്ങളോട് വേറെ ഒന്നും പറയാനില്ല.